ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും പ്രവചന പഠനവും 18ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 17ാമത്തെ ക്ലാസ്സിൽ നമ്മുടെ കർത്താവ് മാനവജാതിക്ക് വേണ്ടി കരഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവസാനിപ്പിച്ചു. 18ാമത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം അനവധി ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു ക്രൂശിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാരെല്ലാവരും അവരുടെ പഴയ പണിക്ക് പോയി. തന്നോടുകൂടെ യാത്ര ചെയ്തപ്പോൾ ഇവരെ അപ്പോസ്തലന്മാർ എന്ന സ്ഥാനം കൊടുത്തു. അവരിൽ 7 പേര് ഗലീലക്കാർ. അവരെ മത്സ്യം പിടിക്കുന്ന തൊഴിലാളികളായിരുന്നു. ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം അവരുടെ പഴയ ജോലി തേടിപ്പോയി. അവർ 7 പേര്. ഒന്നാമൻ ശീമോൻ പത്രോസ്, രണ്ടാമൻ തോമസ്, മൂന്നാമത്തെ ആളെ നഥനയേൽ, ന്യായപ്രമാണം നന്നായിട്ട് അറിയാവുന്ന ആള്, നാലാമത്തെ വ്യക്തി യോഹന്നാൻ, അഞ്ചാമത്തെ വ്യക്തി സഹോദരനായ യാക്കോബ്. അവരെ അറിയുന്നത് സെബദി മക്കൾ എന്നാണ്. ഈ 5 പേരുടെ പേര് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുന്നത് 6-ാമത്തെയും 7-ാമത്തെയും അവരുടെ പേര് പറയുന്നില്ല, വേറെ 2 പേർ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊരുമിച്ച് പഴയ ജോലിയിൽ അവരേർപ്പെട്ടു. രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നമ്മുടെ കർത്താവിനെ വിട്ടുപോയാലുള്ള പരാജയം അത് വലിയ പരാജയം തന്നെ. എന്നാൽ സ്നേഹസമ്പന്നനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം ഇവരെ തേടി കരയിൽ നിന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഒരുപക്ഷെ മീൻ പിടിക്കാനായിട്ടോ മീൻ വാങ്ങിക്കാനായിട്ടോ ആരെങ്കിലും വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. കരയ്ക്ക് നിന്ന് യേശു ഒരു ചോദ്യം ചോദിച്ചു, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവരൈക്യതയോടെ ഒറ്റ സ്വരത്തിൽ ഇല്ല. യേശുവിന്റെ മറുപടി അധികം വാക്കില്ല, ഒറ്റ വാക്ക് പറഞ്ഞു, വലത്തുവശത്തെ വീശുവീൻ, നിങ്ങൾക്ക് കിട്ടും. ദൈവം തമ്പുരാൻ നൽകുമെന്ന് പറഞ്ഞാൽ നൽകും. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അരയിൽ ചുറ്റിയതായ ആ വസ്ത്രം ഊരി തലയിൽ ചുറ്റിയിരിക്കുകയാണ്. ഈ പിന്മാറ്റക്കാരൻ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവസന്നിധാനം വിട്ടുപോയി കഴിഞ്ഞാല് ഇതുപോലൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്നും ഒക്കെ എല്ലാം താളം തെറ്റും. ഇത് പിന്മാറ്റക്കാരൻ്റെ ഒരു ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ബോധമൊക്കെ പോകും. ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും പിന്മാറ്റക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വരിക. അതിന് ശരിയാമണ്ണുള്ള വാക്ക് മുടിയപുത്രന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകും. സുബോധം വന്നപ്പോൾ
മുടിയൻ പുത്രൻ എന്ന ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവന്റെ സ്വഭാവം കൊണ്ട് ആ പേരിട്ടിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പനെ ഓർത്തു. ഒത്തിരി ആളുകൾ എൻ്റെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരെങ്കിലും കൃപയെന്ന് പോയി കഴിഞ്ഞാൽ മടങ്ങി വരുവാനുള്ള ഒരു ദൂതൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു അവിടെ എത്തേണ്ട പ്രധാന കാരണങ്ങൾ, ഇവരേഴ് പേരെയും കർത്താവിന് ആവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെയും കർത്താവിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്വർഗരാജ്യത്തിന്റെ താക്കോല് പത്രോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. മത്തായി ശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം, സ്വർഗരാജ്യ താക്കോൽ പത്രോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയും കൂടെയാണ് അവിടെ വന്നത്. 153 വലിയ മീനും കിട്ടി. അവര് ഭയങ്കര ക്ഷീണരായി. അവരുടെ കയ്യിലും ഒന്നുമില്ല, അവരുടെ വീട്ടിലും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ അവർ തണുത്തു വിറച്ചാണ് കരയിലേക്ക് കയറിയത്. സ്നേഹസമ്പന്നനാ ദൈവം ചെയ്തത്, അവർക്ക് തീക്കനൽ അവിടെ നൽകി. അടുത്തത്, ആ കനലിന്മേൽ നല്ല പൊരിച്ച മീനും അപ്പവും അവർക്ക് കൊടുത്തു. ഇംഗ്ലീഷിൽ പറയും ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്, അത് വെളിപ്പെടുത്തുന്നു. ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. പത്രോസിനോട് മാത്രമാണ് ചോദിച്ചത്, പത്രോസേ, ശിമോനെ, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അത്ര പിടികിട്ടിയില്ല. 3-ാമത്തെ പ്രാവശ്യത്തിലെ ചോദ്യത്തിൽ പത്രോസ് ദുഃഖിച്ചു. ഞാൻ വളരെ ദുഃഖിച്ചിട്ട് തനിക്ക് പറയാൻ അധികം വാക്കുകളില്ല. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞു. കൂടെയുള്ളവരും മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. പത്രോസിനോട് ദൂത് പറഞ്ഞു, നീ വയസ്സനായ ശേഷമേ മരിക്കൂ എന്നൊരു ദൂതോടെ പറഞ്ഞു കേൾപ്പിച്ചു. കാരണം പത്രോസ് വലിയ വാക്കുകൾ പറയുമെങ്കിലും വാക്കുകൾ മാത്രമേ ഉള്ളൂ, ധൈര്യം വളരെ കുറവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിക്കുമ്പോൾ ഹെരോദ രാജാവ് പത്രോസിനെ കാരാഗ്രഹത്തിലാക്കി. അദ്ദേഹത്തെ പിറ്റേ ദിവസം കൊല്ലുവാനുള്ള തീരുമാനമായി. താൻ അവിടെ സുഖമായി കിടന്നുറങ്ങി. കാരണം നന്നാലി ചേവകരുടെ 4 കൂട്ടത്തെ ഏൽപ്പിച്ചെങ്കിലും കടൽക്കരയിൽ വെച്ച് എന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്, നീ വയസ്സനായ ശേഷമേ മരിക്കുകയുള്ളൂ. അതുകൊണ്ട് പത്രോസിനറിയാം, ഹെരോദ രാജാവേ, നിന്റെ വാള് ചലിക്കത്തില്ല. ഹെരോദ രാജാവേ, നിന്റെ ജയിലിന് ദൈവത്തിനു മുമ്പിൽ ഉറപ്പില്ല. എന്നെ വിളിച്ചത് ആരാണെന്ന് അവന് നന്നായിട്ടറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ വിളിച്ചു, നമ്മളെ അന്ത്യം വരെയും പരിപാലിക്കും. വിശ്വസ്തയോടെ നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ആകുലചിത്തരോ പിന്മാറ്റക്കാരോ കടത്തിന്റെ ഭാരമോ രോഗമോ ദുഃഖമുണ്ടെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കും, കർത്താവേ, ഇതൂത് കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ക്ലാസ്സുകളും അനുഗ്രഹമായി തീരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ